Everyone, welcome back to our 31-day English fluency course. Today is day 6 and our topic is articles. Today we are going to discuss about articles. What are articles? Articles are small words used before nouns. പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും 31-ഡേ ഇംഗ്ലീഷ് ഫ്ലുവൻസി കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സ്മോൾ വേർഡ്സ്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വാക്കുകളാണ്. എവിടെ ഉപയോഗിക്കുന്നു? യൂസ്ഡ് ബിഫോർ നൗൺസ്, നാമങ്ങൾക്ക് മുമ്പിലായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ വാക്കുകളാണ് ആർട്ടിക്കിളുകളെന്ന് പറയുക. ദേ ഹെൽപ്പ് us to know whether the noun is specific or general. അത് നമ്മൾക്ക് പറഞ്ഞു തരുന്നു, ആ വാക്കുകൾ നമ്മൾക്ക് കാണിച്ചു തരുന്നു ആ നൗൺ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒന്നാണോ അതോ പൊതുവായി പറയുന്ന ഒന്നാണോ എന്ന് പ്രത്യേകമായിട്ട് കാണിക്കുന്നു. അല്ലെങ്കിൽ പൊതുവായതാണോ പ്രത്യേകമായതാണോ ആ നാമമെന്ന് കാണിച്ചു തരുന്ന വാക്കുകൾക്കാണ് ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും there are 3 articles in English: a, an, the. ഇപ്പം 3 ആർട്ടിക്കിളുകളാണുള്ളത്. എ ഉണ്ട്, ആൻ ഉണ്ട്, ദി. Now we discuss the types of articles. There are 2 types: indefinite articles and definite articles. Articles a and an belong the first category, indefinite articles, and definite article is the. അപ്പോൾ ആർട്ടിക്കിളിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും. അപ്പോൾ എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളുമാണ്. ഇനി എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ നോൺ സ്പെസിഫിക് ഓർ ജനറൽ നൗൺ. നോൺ സ്പെസിഫിക് ഓർ ജനറൽ നൗൺസ്. അതായത് ഏതാളെയാണോ ഏതു വസ്തുവിനെയാണോ എന്ന് കൃത്യമായിട്ട് പറയാതെ ഒരാൾ അല്ലെങ്കിൽ ഒരു വസ്തു എന്ന് പൊതുവായ അർത്ഥത്തിൽ പറയുമ്പോഴാണ് ഈ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുക. ഏതോ ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ ഏതോ ഒരു വസ്തു പൊതുവായിട്ട് പറയുവാണ്. ഒരാൾ, ഒരു വസ്തു, ആ അർത്ഥത്തിൽ പറയുമ്പോൾ എ അല്ലെങ്കിൽ ആൻ ആണ് ഉപയോഗിക്കുക. നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. എ ആൻഡ് ആൻ, ഒരു എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് എ ബുക്ക്. ഇതൊരു പുസ്തകമാണ്. ഇവിടെ ഏത് പുസ്തകമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. ഇംഗ്ലീഷാണോ മലയാളമാണോ ഹിന്ദിയാണോ ഇനി കഥ പുസ്തകമാണോ? അപ്പോൾ അങ്ങനെ ഏതാണോ ഏത് വസ്തുവാണോ ഏതാളാണോ എന്ന് കൃത്യമായിട്ട് പറയാതെ ഒരാൾ അല്ലെങ്കിൽ ഒരു വസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിളാണ് എ അല്ലെങ്കിൽ ആൻ. Then when we come to the definite article the, അതിൻ്റെ ഉപയോഗം that we used for specific nouns. അതായത് ഒരു പ്രത്യേക ആളിനെയോ വസ്തുവിനെയോ സ്ഥലത്തെയോ സൂചിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോഴാണ്. ഇപ്പോൾ ഒരു പ്രത്യേക ആളിനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തെ സൂചിപ്പിച്ച് പറയുമ്പോഴാണ് നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. നോക്കൂ, അതിൻ്റെ മീനിങ് ആ എന്ന് പറയും. ആ അല്ലെങ്കിൽ ആ പ്രത്യേക അല്ലെങ്കിൽ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ അത്. ഫോർ എക്സാമ്പിൾ, ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. ഇവിടെ കിഴക്കുദിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവുണ്ട്, അല്ലേ? സൂര്യനാണ് കിഴക്കുദിക്കുക.
അപ്പോൾ കൃത്യമായിട്ടുള്ള പ്രത്യേക ആളിനെ അല്ലെങ്കിൽ വസ്തുവിനെ ഒക്കെ കൃത്യമായിട്ട് സൂചിപ്പിക്കുമ്പോഴാണ് ദ ചേർത്ത് പറയുക. Now we move to the another session, that is uses of a or an. അതായത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എയുടെയും ആനിൻ്റെയും ഉപയോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക. എവിടെയൊക്കെ ഉപയോഗിക്കണം. എ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻ വിത്ത് എ കോൺസണൻറ്റ് സൗണ്ട്. അതായത് വ്യഞ്ജന ശബ്ദത്തോടെ, അതായത് നമ്മൾ കണ്ടു ഇംഗ്ലീഷിൽ there are 21 letters alphabets in English that belong to the category consonant. അപ്പോൾ കോൺസണൻറ്റ് സൗണ്ടിൽ നിൽക്കുന്ന 21 അക്ഷരങ്ങളെക്കുറിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ 21 വാക്കുകൾക്ക് മുമ്പിലായിട്ട് അല്ലെങ്കിൽ കോൺസണൻറ്റ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വാക്കുകൾക്ക് മുമ്പിലായിട്ട് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കണം. ആ വാക്കൊന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവിടെ കോൺസണൻറ്റ് സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെങ്കിലും ആ വാക്ക്, ആ ലെറ്റർ, ആ ഇനീഷ്യൽ ലെറ്റർ കോൺസണൻറ്റ് ലെറ്റർ ആണെങ്കിലും അതിന് മുമ്പായിട്ട്, ആ വാക്കിന് മുമ്പായിട്ട് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കണം. ഫോർ എക്സാമ്പിൾ എ ബുക്ക്. നോക്കൂ, ബുക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ ആദ്യത്തെ ലെറ്റർ ബിയിലാണ് സ്റ്റാർട്ട്, ബ ശബ്ദമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് ആർട്ടിക്കിൾ കാറ്റഗറിയിൽ വരും? അത് എ ചേർത്ത് പറയണം. എ ബുക്ക്. ഇനി നോക്കൂ, എ ഹൗസ്. അവിടെയും ഹൗസ് എന്ന് പറയുമ്പോൾ ഹ ശബ്ദമാണ് ഫ്രണ്ടിൽ വരുന്നത്. അവിടെ എച്ച് ആണ്, അതൊരു കോൺസണൻറ്റ് ലെറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ ഹൗസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി എ ഫ്രണ്ട്, ഫ ശബ്ദമാണ് വരിക, എഫ് ആണ് ഇനിഷ്യൽ ലെറ്റർ. അപ്പം എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. എ സ്റ്റുഡൻറ്റ്, സ സൗണ്ടാണ് ആദ്യം വരിക, അതൊരു കോൺസണൻറ്റ് സൗണ്ടാണ്. അതുപോലെ ഇനിഷ്യൽ ലെറ്റർ എസ് ആണ്. അപ്പോൾ എ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അതായത് എപ്പോഴൊക്കെയാണോ കോൺസണൻറ്റ് സൗണ്ടോടുകൂടി വ്യഞ്ജന ശബ്ദത്തോടെ വാക്ക് തുടങ്ങുന്നത്, അതിൻ്റെ ഇനിഷ്യൽ ലെറ്റർ ഒരു കോൺസണൻ്റ് ആണെങ്കിൽ ആ വാക്കിന് മുമ്പിൽ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കണം. ഐ സോ എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറെ കണ്ടു. ഇനി ഇവിടെ ഒരു വാക്കുണ്ട്, ഐ സോ എ ഡോഗ്. ഞാനൊരു നായയെ കണ്ടു, ഞാനൊരു പട്ടിയെ കണ്ടു. ഷീ ഈസ് എ ഡോക്ടർ. അവളൊരു ഡോക്ടറാണ്. കണ്ടോ, അവളൊരു, ഇപ്പം ഡോക്ടർ ഏത് ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടില്ല, പീഡിയാട്രീഷ്യൻ ആണോ ഒഫ്താൽമോളജിസ്റ്റ് ആണോ അങ്ങനെ പ്രത്യേകമായിട്ട് കാറ്റഗറി ഒന്നും ചെയ്തിട്ടില്ല. അവളൊരു ഡോക്ടറാണ്, ഒരു ഡോക്ടറാണ്. ഷീ ഈസ് എ ഡോക്ടർ. ഹി ബോട്ട് എ ബൈസൈക്കിൾ. അവനൊരു സൈക്കിൾ വാങ്ങി. ഹി ബോട്ട് എ ബൈസൈക്കിൾ. അപ്പോൾ ഒരു എന്നുള്ള അർത്ഥത്തിൽ കോൺസണൻറ്റ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കോൺസണൻറ്റ് ലെറ്റർ, ഇനിഷ്യൽ ലെറ്റർ ആയിട്ടുള്ള വാക്കുകൾക്ക് മുമ്പിൽ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കുന്നു. ദെൻ ആൻ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻ വിത്ത് എ വവൽ സൗണ്ട്. അതായത് സ്വരശബ്ദത്തോടുകൂടി തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ. അതായത് നമുക്കറിയാം 5 സ്വരങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്, പ്രധാനമായിട്ടും വവൽസ് ആണുള്ളത്, എ, ഇ, ഐ, ഒ, യു. അപ്പോൾ ഈ വാക്കുകൾ ഇനിഷ്യൽ ലെറ്റർ ആയിട്ട് വരുന്ന വാക്കുകൾക്ക് മുമ്പിൽ ആൻ ചേർത്താണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ആപ്പിൾ. ആപ്പിൾ എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം എ ആണ്. അത് ഈ വവൽ കാറ്റഗറിയിൽ വരുന്നതാണ്. എ, ഇ, ഐ, ഒ, യു അതിലെ ഒരു അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ അത് പ്രൊനൗൺസ് ചെയ്യുന്നതും ആപ്പിൾ, ആ ശബ്ദമാണ്, അതൊരു വവൽ സൗണ്ടാണ്. അപ്പോൾ വാചകം വവൽ സൗണ്ടിൽ ഉണ്ടാക്കപ്പെടുകയും അതിൻ്റെ ഇനിഷ്യൽ ലെറ്റർ ഒരു വവലാകുകയും ചെയ്താൽ അതിന് മുമ്പ്, ആ വാക്കിന് മുമ്പ് ആൻ ചേർത്ത് എഴുതുകയും പറയുകയും വേണം. ഫോർ എക്സാമ്പിൾ എലഫൻറ്റ്. എലഫൻറ്റിൻ്റെ എ സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. ഇ ആണ്, ഈ ഒരു വവൽ ലെറ്റർ കൂടിയാണ്. അപ്പോൾ അതിന് മുമ്പിൽ ആൻ ചേർത്ത് പറയണം. ആൻ എലഫൻറ്റ്. ആൻ ഐസ്ക്രീം. അവിടെയും ഐ സൗണ്ടാണ്, എ, ഇ, ഐ, ഒ, യു കാറ്റഗറിയിലുള്ളതാണ്. ഇനിഷ്യൽ ലെറ്റർ ഒരു കോൺസണൻറ്റ് ലെറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ആൻ ഐസ്ക്രീം എന്ന് പറയണം. ആൻ ഔൾ. ആ ശബ്ദമാണ് അവിടെയും വരിക, അല്ലെങ്കിൽ വവൽ കാറ്റഗറിയിലുള്ള ഒരു ലെറ്ററാണ് അവിടെ വരിക. അതുകൊണ്ട് ആൻ ഔൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ഷീ എയ്റ്റ് ആൻ ആപ്പിൾ. അവളൊരു ആപ്പിൾ കഴിച്ചു. അത് ഏത് ആപ്പിളാണ്? റെഡ് ആപ്പിളാണോ, ഗ്രീൻ ആപ്പിളാണോ,
അല്ലെങ്കിൽ കാശ്മീരി ആപ്പിളാണോ അതൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. അവളൊരു ആപ്പിൾ കഴിച്ചു. അപ്പോൾ ഒരു എന്നുള്ള അർത്ഥത്തിൽ ഷീ ഏറ്റ് ആൻ ആപ്പിൾ. ഐ സോ ആൻ എലഫൻറ്റ്. ഞാനൊരു ആനയെ കണ്ടു. ഹീ ഈസ് ആൻ എഞ്ചിനീയർ. ഹീ ഈസ് ആൻ എഞ്ചിനീയർ. അപ്പോൾ അവിടെ ആൻ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ? എഞ്ചിനീയറിൻ്റെ എ ആണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇനിഷ്യൽ ലെറ്റർ ഇ യു ആണ്. ഹീ ഈസ് ആൻ എഞ്ചിനീയർ. നെക്സ്റ്റ് വൺ, ആർട്ടിക്കിൾസ് ഡിപ്പെൻഡ് ഓൺ സൗണ്ട് നോട്ട് ഓൺലി ദ ലെറ്റർ. പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. സ്പെല്ലിങ്ങിനേക്കാൾ പ്രധാനമാണ് ഇവിടെ ശബ്ദം. വാക്കുകളുടെ സ്പെല്ലിങ്ങിനേക്കാൾ ഉപരി ശബ്ദത്തിനാണ് ആർട്ടിക്കിൾസിൽ പ്രധാനമായിട്ട് വരിക. ഇപ്പം നോക്കൂ, സൈലൻറ്റ് എച്ച് വേർഡ്സ് ഇംഗ്ലീഷിൽ കുറേ ഉണ്ട്. അപ്പോൾ എച്ച് സൈലൻ്റ് ആണെങ്കിൽ ആൻ ഉപയോഗിക്കും. ആനാണ് അവിടെ ആർട്ടിക്കിളായിട്ട് ഉപയോഗിക്കേണ്ടത്. അതായത് സ്റ്റാർട്ട് വിത്ത് എ വവൽ സൗണ്ട്. അപ്പം നോക്കൂ, ആ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം എച്ച് ആണ്. ആ എച്ച് സൈലൻ്റ് ആണ്. പക്ഷേ ആ വാക്ക് പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരു വവൽ സൗണ്ടിലാണെങ്കിൽ അവിടെ ആൻ ചേർത്ത് പറയണം. ഇപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. HOUR. അവിടെ എച്ച് സൈലൻ്റ് ആണ്. അത് പ്രൊനൗൺസ് ചെയ്യുന്നത് അവർ എന്നാണ്. അവർ, ഹവർ എന്നല്ല, അവർ. അപ്പം അതുകൊണ്ട് തന്നെ അതിന് മുമ്പിൽ ആൻ ചേർത്ത് പറയണം. ആൻ അവർ. HONEST. അത് ഹോണസ്റ്റ് എന്നല്ല പറയേണ്ടത്, ഓണസ്റ്റ് എന്നാണ്. അപ്പോൾ ഓ ശബ്ദത്തിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വവൽ സൗണ്ടിലാണ് തുടങ്ങുക. അപ്പോൾ ആൻ ചേർത്ത് പറയണം. ആൻ ഓണസ്റ്റ്. ആൻ ഓണസ്റ്റ് പേഴ്സൺ. ഇനി HOURLY. അപ്പോൾ അതും പറയുന്നത് ഹവേർലി എന്നല്ല, അവേർലി. അപ്പോൾ ആ സൗണ്ടിലാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ആർട്ടിക്കിൾ ആൻ ചേർക്കണം. ആൻ അവേർലി വേജ്. HONOUR പ്രൊനൗൺസ് ചെയ്യുന്നത് ഓണർ എന്നാണ്. ഓണർ, ഹോണർ അല്ല, ഓണർ. അവിടെയും അതുകൊണ്ട് ആൻ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ആൻ ഓണർ. ഓണററി, ഓണറബിൾ. ഇനി HEIR, എയർ എന്നാണ് പറയുക. ഹെയർ അല്ല, എയർ. പറഞ്ഞാൽ അവകാശി. അപ്പം അതുകൊണ്ട് തന്നെ ആൻ ചേർത്തു. ആൻ എയർ. ഹീസ് ആൻ ഓണസ്റ്റ് മാൻ. I waited for an hour. He received an honor from the school. She gave an honest answer. അല്ലാതെ he gave a honest answer എന്നല്ല, ഇറ്റ് ഈസ് an. She gave an honest answer. He is an heir to the property. He made an honorable decision. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ആർട്ടിക്കിൾസ് ഡിപ്പെൻഡ് ഓൺ സൗണ്ട് നോട്ട് ഓൺലി ദ ലെറ്റർ. അതായത് സ്പെല്ലിങ്ങിനേക്കാൾ പ്രധാനമാണ് ശബ്ദം. അപ്പം വാക്കുകൾ കിട്ടുമ്പോഴേ അത് പറഞ്ഞു നോക്കണം. അപ്പം അതൊരു വവൽ സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനു മുമ്പ് ആൻ ചേർത്ത് തന്നെ എഴുതുകയും പറയുകയും വേണം. അപ്പോൾ ലെറ്റേഴ്സ് പ്രൊനൗൺസ് വിത്ത് വവൽ സൗണ്ട്, എസ്പെഷ്യലി ദ ലെറ്റേഴ്സ് FLMNRSX. അതായത് ആ അക്ഷരങ്ങളിലാണ് തുടങ്ങുന്നതെങ്കിൽ FLMNRSX ഈ അക്ഷരങ്ങളിലാണ് തുടങ്ങുന്നതെങ്കിൽ ഇനി ആ വാക്കുകളുടെയൊക്കെ ആദ്യത്തെ ശബ്ദം എന്ന് പറയുന്നത് എ സൗണ്ട് ആയിരിക്കും. നമുക്കത് പറഞ്ഞു നോക്കാം. FLMNRSX ഇവിടെയെല്ലാം എ ഒരു ശബ്ദമായിരിക്കും, എ ശബ്ദം അല്ലെങ്കിൽ ആ ശബ്ദമായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുമ്പിൽ വവൽ സൗണ്ട് ആയതുകൊണ്ട് ആൻ ചേർത്ത് പറയണം. അപ്പോൾ ഇതൊരു പ്രത്യേക കേസാണ്. വാക്കുകളല്ല അവിടെ, അതിനേക്കാളും കൂടുതൽ ചുരുക്കരൂപമാണ് പറയുക. ചുരുക്കരൂപം. ഫോർ എക്സാമ്പിൾ MLA, MLA അങ്ങനെ പറയുമ്പോൾ അത് ചുരുക്കിയാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ എക്സ്പാൻഷനുണ്ട്. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നൊരു എക്സ്പാൻഷനുണ്ട്. അപ്പോൾ അതിനെ ചുരുക്കിയാണ് പറഞ്ഞേക്കുന്നത്. USA, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, അല്ലേ? അപ്പം എന്ന് പറഞ്ഞ പോലെ ചുരുക്കി പറയുന്ന വാക്കുകൾ, അതും ഏതൊക്കെ ലെറ്ററുകളിൽ വരുന്നതാണ്? FLMNRSX ഈ അക്ഷരമാണ് ആ ചുരുക്കരൂപത്തിൻ്റെ ആദ്യത്തെ ലെറ്ററുകളെങ്കിൽ
അത് പ്രൊനൗൺസ് ചെയ്യുന്ന സൗണ്ട് എ സൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ ആ സൗണ്ട് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ആൻ ചേർത്ത് പറയണം. ഇനി ഇതിൻ്റെ എക്സ്പാൻഷൻ്റെ സമയത്ത് ആൻ ചേർക്കേണ്ടതില്ല. കാരണം നമുക്കിവിടെ ഒരു ഉദാഹരണം നോക്കാം. MLA എന്ന് പറയുന്ന മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആൻ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയില്ല, എ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നേ പറയുള്ളൂ. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം? എ ചേർക്കണം. ചുരുക്കി പറയുമ്പോൾ ആൻ ചേർത്ത് തന്നെ പറയണം. ആൻ LED TV, ആൻ MBA ഗ്രാജുവേറ്റ്, ആൻ NCC കേഡറ്റ്, ആൻ RBI റൂൾ, ആൻ FBI ഓഫീസർ, ആൻ SMS, ആൻ എക്സ്റേ. നോക്കൂ, ഈ വാക്കുകൾക്കെല്ലാം ആദ്യത്തെ പ്രൊനൗൺസിയേഷൻ, ആദ്യത്തെ ലെറ്റർ പ്രൊനൗൺസ് ചെയ്യുന്നത് എ സൗണ്ടാണ് അല്ലെങ്കിൽ ആ സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാക്കുകളൊക്കെ നമ്മൾ എഴുതുമ്പോൾ അതിന് മുമ്പായിട്ട് ആൻ ചേർത്താണ് എഴുതുക. My uncle is an MLA from our district. She met an RBI officer yesterday. My sister bought an LED TV. She received an SMS from her teacher. My brother is an MBA graduate. They attended an NCC camp last month. She is speaking to an RBI officer. He showed me an X-ray of his hand. ഉണ്ടോ? ഇവിടെ എല്ലാം ആൻ ചേർത്താണ് പറയേണ്ടതും എഴുതേണ്ടതും. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, FLMNRSX ഈ ലെറ്ററുകളിൽ തുടങ്ങുന്ന ചുരുക്കരൂപങ്ങൾ, ആ ചുരുക്കരൂപങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എ അല്ലെങ്കിൽ ആൻ ആണെങ്കിൽ അതിന് മുമ്പ് ആൻ ചേർത്ത് എഴുതുകയും പറയുകയും വേണം. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോഴും ആ റൂള് മാറുന്നില്ല. ആർട്ടിക്കിൾസ് ഡിപ്പെൻഡ് ഓൺ സൗണ്ട്, നോട്ട് ഓൺലി ദ ലെറ്റർ. അപ്പോൾ സ്പെല്ലിങ്ങിനേക്കാളും പ്രധാനമാണ് ശബ്ദം അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ. അപ്പോൾ വാക്കുകൾ കിട്ടുമ്പോൾ അത് ഉച്ചരിച്ച് നോക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ നോക്കൂ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുന്നു. സംടൈംസ് എ വേർഡ് സ്റ്റാർട്ട് വിത്ത് എ വവൽ ലെറ്റർ. വവൽ ലെറ്ററിലായിരിക്കാം അതൊരു പക്ഷേ തുടങ്ങുക, അല്ലെങ്കിൽ AEIOU ഇതിലേതെങ്കിലും ഒരു ലെറ്ററിലായിരിക്കും ആരംഭിക്കുക. ബട്ട് ഇറ്റ്സ് സൗണ്ട് ഈസ് നോട്ട് എ വവൽ സൗണ്ട്. പക്ഷേ അത് പറയുമ്പോൾ അവിടെ വവൽ സൗണ്ട് വരുന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ, എസ്പെഷ്യലി ഇഫ് ദ വേർഡ് സ്റ്റാർട്ട് വിത്ത് എ യു അല്ലെങ്കിൽ യ സൗണ്ട്, വി യൂസ് എ. അതായത് യു അല്ലെങ്കിൽ യ സൗണ്ടിൽ അല്ലെങ്കിൽ യാ സൗണ്ടിൽ യ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വവൽ ലെറ്റേഴ്സിൽ തുടങ്ങുന്ന വാക്കുകൾ അത് കോൺസണൻ്റ് സൗണ്ടിലായിരിക്കും പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ ആനല്ല ഉപയോഗിക്കേണ്ടത്, എ ആണ് ഉപയോഗിക്കേണ്ടത്. നോക്കൂ, വവൽ ലെറ്റർ പ്ലസ് യു യ സൗണ്ട്. അപ്പോൾ വവൽ ലെറ്റർ ആണ്, പക്ഷേ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് യു അല്ലെങ്കിൽ യ ശബ്ദമാണെങ്കിൽ നമ്മൾ ആനല്ല ഉപയോഗിക്കേണ്ടത്, എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി. നമുക്കറിയാം യൂണിവേഴ്സിറ്റി എന്നുള്ളത് AEIOU ആ ഒരു കാറ്റഗറിയിലുള്ള ഒരെണ്ണമാണ് യു. പക്ഷേ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് യൂണിവേഴ്സിറ്റി, യു അല്ലേ, ആ സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് പറയും? അതൊരു കോൺസണൻ്റ് കാറ്റഗറിയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെറ്റർ ആർട്ടിക്കിൾ എ ചേർത്ത് എഴുതണം. എ യൂണിവേഴ്സിറ്റി, എ യൂറോപ്യൻ. ഉണ്ടോ? മലയാളത്തിലും കൂടെ നോക്കിക്കേ, ആദ്യം കൊടുത്തിരിക്കുന്ന അക്ഷരം ഏതാണ്? യു. ഉണ്ടോ? എ യൂറോപ്യൻ, എ യൂണിഫോം, എ യൂണിക്കോൺ, എ യൂണിറ്റ്, എ യൂസ്ഫുൾ ബുക്ക്, എ യൂസ്ഫുൾ ടൂൾ, എ യുണീക്ക് ഐഡിയ. അപ്പം നമ്മൾ ഈ ഒരു കാര്യം അറിയാതെ അയ്യോ യു ആണല്ലോ കിടക്കുന്നത്, എന്നാൽ പിന്നെ ആൻ ചേർത്തേക്കാന്ന് പറഞ്ഞാൽ ആൻ യൂസ്ഫുൾ ബുക്ക് എന്ന് പറയത്തില്ല, ആൻ യൂണിഫോം എന്ന് പറയത്തില്ല, ആൻ യൂണിക്കോ എന്ന് പറയത്തില്ല, ആൻ യൂറോപ്യൻ എന്നും പറയത്തില്ല. എ ആണ് ചേർത്ത് പറയുക. ഷീ സ്റ്റഡീസ് അറ്റ് എ യൂണിവേഴ്സിറ്റി. ഹീസ് എ യൂറോപ്യൻ പ്ലെയർ. ദ സ്റ്റുഡൻറ് വിയേഴ്സ് എ യൂണിഫോം. ദ സ്റ്റോറി ഹാസ് എ യൂണിക്കോൺ. അപ്പോൾ these are the main examples of this type of consonant sounds. ഇത്രയും നേരം നമ്മൾ
പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പഠിക്കുക. എ ഓർ ആൻ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് ദാറ്റ് ഷോ എ പ്രൊഫഷൻ, പോസ്റ്റ്, റാങ്ക്, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, റിലീജിയൻ, നാഷണാലിറ്റി. അതായത് ഒരു വ്യക്തിയുടെ ജോലി, അയാളുടെ പദവി, അയാളുടെ മതം, അല്ലെങ്കിൽ അയാളുടെ നാഷണാലിറ്റി ദേശീയത, അല്ലെങ്കിൽ അയാളുടെ കമ്മ്യൂണിറ്റി ആ സമൂഹം, ഇതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ എ അല്ലെങ്കിൽ ആൻ ചേർത്ത് പറയണം. ഫോർ എക്സാമ്പിൾ പ്രൊഫഷനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഡോക്ടർ, എഞ്ചിനീയർ, ഡ്രൈവർ, ഫാർമർ, അല്ലേ, ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിനൊക്കെ മുമ്പിൽ എ അല്ലെങ്കിൽ ആൻ ചേർത്ത് പറയണം. ഇനി അവിടെയും എ കോൺസണൻ്റ് സൗണ്ടിന് മുമ്പിൽ ചേർക്കണം, ആൻ വവൽ സൗണ്ടിന് മുമ്പിൽ ചേർക്കണം. ഷീ ഈസ് എ ഡോക്ടർ, ഹീ ഈസ് ആൻ എഞ്ചിനീയർ, മൈ ബ്രദർ ഈസ് എ ഡ്രൈവർ. ഇനി പോസ്റ്റുകൾ പറയുമ്പോൾ പ്രിൻസിപ്പൽ, മാനേജർ, ഓഫീസർ, അല്ലേ, ക്ലർക്ക്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെയും അതിന് മുമ്പും ഈ പറയുന്ന എ അല്ലെങ്കിൽ ആൻ ചേർത്ത് പറയണം. ഷീ ഈസ് എ പ്രിൻസിപ്പാൾ, ഹീ ഈസ് എ മാനേജർ, മൈ അങ്കിൾ ഈസ് ആൻ ഓഫീസർ. ഇനി റാങ്കുകൾ പറയുമ്പോൾ ഇപ്പോൾ പട്ടാളത്തിലും പോലീസിലും ഒക്കെ അല്ലെങ്കിൽ സൈന്യത്തിലൊക്കെ പ്രത്യേകമായിട്ട് റാങ്കുകളുണ്ട്. ഹീ ഈസ് എ ക്യാപ്റ്റൻ ഇൻ ദി ആർമി, ഷീ ഈസ് എ മേജർ ഇൻ ദ മിലിറ്ററി, മൈ കസിൻ ഈസ് എ ലെഫ്റ്റനൻറ്റ് ഇൻ ദി നേവി, ലൈക്ക് ദാറ്റ്. ഇനി കാസ്റ്റ്, കമ്മ്യൂണിറ്റി, ഒരാളുടെ മതം അല്ലെങ്കിൽ അയാളുടെ സമൂഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ജാതി സമൂഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ എ അല്ലെങ്കിൽ ആൻ ചേർത്ത് പറയുന്നു. ഹീ ഈസ് എ ബ്രാഹ്മിൻ, ഷീ ഈസ് എ നായർ, അഹമ്മദ് ഈസ് ഫ്രം എ മുസ്ലിം കമ്മ്യൂണിറ്റി, ഹി കംസ് ഫ്രം എ ട്രൈബൽ കമ്മ്യൂണിറ്റി, ലൈക്ക് ദാറ്റ്. ദെൻ റിലീജിയൻ, മതത്തെക്കുറിച്ച് പറയുമ്പോൾ എ അല്ലെങ്കിൽ ആൻ ചേർത്ത് പറയുന്നു. ഹീ ഈസ് എ ഹിന്ദു, ഷീ ഈസ് എ ക്രിസ്ത്യൻ, മൈ ഫ്രണ്ട് ഈസ് എ ബുദ്ധിസ്റ്റ്, ഹീ ഈസ് എ സിഖ്. ഇനി നാഷണാലിറ്റി, അയാൾ ഏത് നാട്ടുകാരനാണെന്ന് പറയാൻ വേണ്ടി, ആ ദേശീയത സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകൾക്ക് മുമ്പിൽ എ അല്ലെങ്കിൽ ആൻ ചേർത്ത് പറയും. ഷീ ഈസ് ആൻ അമേരിക്കൻ, ഷീ ഈസ് ആൻ ഇന്ത്യൻ, ഹീ ഈസ് ആൻ അമേരിക്കൻ, മൈ ടീച്ചർ ഈസ് ആൻ ഓസ്ട്രേലിയൻ, ഷീ മാരീഡ് എ കനേഡിയൻ. നോക്കൂ, അവിടെ എയും ആനും മാറി മാറി ഉപയോഗിച്ചിരിക്കുന്നത് കോൺസണൻ്റ് സൗണ്ട് ആണെങ്കിൽ എയും വവൽ സൗണ്ട് ആണെങ്കിൽ ആനുമാണ് ഉപയോഗിച്ചിരിക്കുക, അത് മറക്കരുത്. Now we move to the definite article session. Previously we discussed about the indefinite articles a and an and its various usages. Now we discuss the definite article the. There is only one definite article in English, that is the, അല്ലെങ്കിൽ ദി എന്ന് നമ്മൾ പറയും. ഇനി എവിടെ ഉപയോഗിക്കാം? യൂസ്ഡ് ഫോർ സ്പെസിഫിക് നൗൺസ്, അതായത് ഒരു പ്രത്യേക ആളിനെയോ വസ്തുവിനെയോ സ്ഥലത്തെയോ ഒക്കെ സൂചിപ്പിക്കുമ്പോൾ, അതായത് നമുക്കതറിയാം, പ്രത്യേക ആളിനെ അറിയാം, പ്രത്യേക വസ്തുവിനെ അറിയാം, പ്രത്യേക സ്ഥലത്തെ അറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങളെ സൂചിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിളാണ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഫോർ എക്സാമ്പിൾ, ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ സൂര്യൻ കിഴക്ക്. അപ്പോൾ ആരാണ് കിഴക്ക് ഉദിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, സൂര്യനാണ്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് പ്രത്യേക ആളിനെയോ വസ്തുവിനെയോ സ്ഥലത്തെയോ ഒക്കെ സൂചിപ്പിക്കുമ്പോൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ഇനി പ്രത്യേകമായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ദ രണ്ട് രീതിയിലാണ് പറയുക. ദി എന്നും പറയാറുണ്ട്, ദ എന്നും പറയാറുണ്ട്. ഇനി ദി എന്ന് പറയുന്ന എവിടെയാണ്? വൗവൽ ലെറ്ററിലാണ് വാക്ക് തുടങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ വൗവൽ സൗണ്ടിലാണ് ആ വാക്ക് പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിൽ, അത്തരം വാക്കുകൾക്ക് മുമ്പിൽ ദി ചേർത്ത് പറയണം. ഫോർ എക്സാമ്പിൾ, ദി എർത്ത്, ദി എർത്ത്. ദ എർത്ത് അല്ല, ദി എർത്ത്. ഇനി കോൺസണൻ്റ് സൗണ്ടാണ്, ലെറ്ററാണ് വരുന്നതെങ്കിൽ അവിടെ ദ ചേർത്ത് പറയണം. ദ ബോയ്, ദ ബോയ്. അപ്പോൾ ബി കോൺസണൻ്റ് ലെറ്ററാണ്, കോൺസണൻ്റ് സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ദ ചേർത്ത് പറയണം. Now we discuss the uses of the definite article the. അപ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദയുടെ യൂസസ്, ഉപയോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക. ഫസ്റ്റ് വൺ, ടു റെഫർ ടു എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ്. ഇപ്പോൾ ഒരു നിശ്ചിത വ്യക്തിയെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുവാൻ വേണ്ടി, ആ പ്രത്യേക വസ്തു, ആ പ്രത്യേക ആൾ എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി ഉള്ള ആ വാക്കുകളിൽ ദ ചേർത്താണ് പറയുക. ദ പെൻ എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ പേന. ദ ഡോഗ്, ദ ടേബിൾ, ദ ബോയ്, ദ ടീച്ചർ, ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഏതാണോ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന അത് പറയുമ്പോൾ ദ ചേർത്ത് പറയണം.
ദ ബുക്ക് യു വാണ്ട് ഈസ് ഓൺ ദ ടേബിൾ. അതായത് നിനക്ക് വേണ്ട പുസ്തകം ആ മേശപ്പുറത്തുണ്ട്. അപ്പോൾ ആ എന്നുള്ള അർത്ഥം കൂടി ഉണ്ടല്ലേ, ആ മേശപ്പുറത്ത്. അപ്പോൾ നിനക്ക് വേണ്ട, അപ്പം നിനക്ക് വേണ്ട അത് അറിയാവുന്ന കാര്യമാണ്. ഇനി ഏത് മേശപ്പുറത്ത്, അതും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ ദ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ദ ബുക്ക് യു വാണ്ട് ഈസ് ഓൺ ദ ടേബിൾ. ദ പെൻ ഓൺ ദ ടേബിൾ ഈസ് ബ്ലൂ. ദ പെൻ, ഇപ്പം മേശപ്പുറത്ത് അത് നമുക്കറിയാം എവിടെ ഇരിക്കുന്നതെന്ന്. ഇനി ആ മേശപ്പുറത്തിരിക്കുന്ന പേന എന്താണെന്ന് നമുക്കറിയാം, നീല നിറത്തിലാണ്. അപ്പം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അത് ദ ചേർത്ത് പറയണം. ദ പെൻ ഓൺ ദ ടേബിൾ ഈസ് ബ്ലൂ. ദ ടീച്ചർ ഹു ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ഈസ് വെരി കൈൻഡ്. ദ ടീച്ചർ, അതായത് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ. അപ്പോൾ ഏത് ടീച്ചറാണെന്ന് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദ ടീച്ചർ ചേർത്ത് പറയണം. ദ ടീച്ചർ ഹു ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ഈസ് വെരി കൈൻഡ്. നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ. ദെൻ നെക്സ്റ്റ് വൺ, ബിഫോർ യുണീക്ക് തിങ്സ് ഇൻ ദ യൂണിവേഴ്സ്. അതായത് പ്രപഞ്ചത്തിൽ ഏകമായിട്ടുള്ള വസ്തുക്കളുടെ മുമ്പിൽ, അതായത് ഒന്നേ ഉള്ളൂ അങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ദ സൺ, ദ മൂൺ. ഇപ്പം സൺ, മൂൺ, എർത്ത്, സ്റ്റാർസ്, വേൾഡ്, സ്കൈ, ഇതൊക്കെ ഒന്നേ ഉള്ളൂ അല്ലേ, ഒന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ ഏകമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വാക്കുകൾക്ക് മുമ്പിൽ ദ ചേർത്ത് പറയണം. ദ സൺ ഗിവ്സ് അസ് ലൈറ്റ് ആൻഡ് ഹീറ്റ്. സൂര്യൻ നമുക്ക് ആരാന്ന് നമുക്കറിയാം, അതൊന്നേ ഉള്ളു പ്രപഞ്ചത്തിൽ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദ ചേർത്ത് പറയണം. ദ മൂൺ ലുക്സ് ബ്യൂട്ടിഫുൾ ടു നൈറ്റ്. ദ എർത്ത് മൂവ്സ് അറൗണ്ട് ദി സൺ. ദി എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ. അപ്പോൾ ഈ വാക്കുകൾക്കൊക്കെ മുമ്പിൽ ദ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏകമായിട്ടുള്ള വസ്തുക്കൾക്ക് മുമ്പിൽ എപ്പോഴും ദ ചേർത്ത് വേണം പറയാൻ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ്. ഇനി മറ്റ് രണ്ട് ഉപയോഗങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, ബിഫോർ ഹോളി ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ദ നെയിംസ് ഓഫ് ലാർജ് ബുക്സ്. അപ്പം വലിയ പുസ്തകങ്ങളുടെ പേരിന് മുമ്പിൽ, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പേരിന് മുമ്പിൽ, ദിനപത്രങ്ങളുടെ പേരിന് മുമ്പിലൊക്കെ നമ്മൾ എന്ത് ചേർത്ത് പറയണം? ദ ചേർത്ത് പറയണം. ബൈബിൾ, ഖുറാൻ, രാമായണ, ഹിന്ദു പത്രത്തിൻ്റെ പേരാണ്. ടൈംസ് ഓഫ് ഇന്ത്യ, എൻസൈക്ലോപീഡിയ വലിയ പുസ്തകത്തിൻ്റെ പേരാണ് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് ദ ചേർത്ത് പറയണം. ദ ബൈബിൾ, ദ ഖുറാൻ, ദ രാമായണ, ദ ഹിന്ദു, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ എൻസൈക്ലോപീഡിയ. അപ്പോൾ അതിനൊക്കെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ദിനപത്രങ്ങൾ, വലിയ ബുക്കുകൾക്കൊക്കെ മുമ്പിൽ ദ ചേർത്ത് പറയണം. ഷീ റീഡ്സ് ദ ബൈബിൾ എവരി ഡേ. ഹി സ്റ്റഡീസ് ദ ഖുറാൻ റെഗുലർലി. ദ ടീച്ചർ എക്സ്പ്ലെയിൻ എ സ്റ്റോറി ഫ്രം ദ രാമായണ. മൈ ഫാദർ റീഡ്സ് ദ ഹിന്ദു എവരി മോർണിംഗ്. കേട്ടോ. അപ്പം ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത സിറ്റുവേഷൻ, ബിഫോർ റിവേഴ്സ്, സീസ്, ഓഷ്യൻസ് എക്സെട്ര. അപ്പം നദികൾ, കായലുകൾ, കടലുകൾ, മഹാസമുദ്രങ്ങൾ, അവയുടെയൊക്കെ പേരിന് മുമ്പിൽ ദ ചേർത്ത് പറയണം. നൈൽ, പെരിയാർ, സുയസ് കനാൽ, പസഫിക് ഓഷ്യൻ, പാക് സ്ട്രെയിറ്റ്, പേർഷ്യൻ ഗൾഫ്. അപ്പം ഇങ്ങനെയുള്ള നദികളെയും കടലിനെയും കായലിനെയും മഹാസമുദ്രത്തെയൊക്കെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ ദ ചേർത്ത് പറയണം. ദ നൈൽ, ദ പെരിയാർ, ദ സുയസ് കനാൽ, ദ പാക് സ്ട്രെയിറ്റ്, ദ പസഫിക് ഓഷ്യൻ, ദ പേർഷ്യൻ ഗൾഫ്. ഇനി നോക്കൂ, അവിടെ THEയുടെ T ക്യാപിറ്റൽ ആകുന്ന സന്ദർഭം അത് എപ്പോഴും പറഞ്ഞു. സെൻറ്റൻസിൻ്റെ ആദ്യമാണെങ്കിൽ T ക്യാപിറ്റൽ ആയിരിക്കും. വാചകത്തിൻ്റെ ഇടയ്ക്കാണ് ദ ഉപയോഗിക്കുന്നതെങ്കിൽ അത് സ്മോൾ ലെറ്റർ തന്നെയായിരിക്കും എഴുതുക. ദ ഗംഗ ഈസ് എ sacred river. The Nile is the longest river in Africa. The Periyar flows through Kerala. The Pacific Ocean is the largest ocean in the world. അപ്പോൾ അത് ഓർത്തിരിക്കുക. നദികൾ, കടൽ, കായൽ, മഹാസമുദ്രങ്ങൾ അവയുടെയൊക്കെ പേരുകൾക്ക് മുമ്പിൽ ദ ചേർത്താണ് പറയുക. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദയുടെ മറ്റ് ഉപയോഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ബിഫോർ മൗണ്ടെയിൻ റേഞ്ചസ് ആൻഡ് ഐലൻഡ് ഗ്രൂപ്പ്സ് വി യൂസ് ദ ആർട്ടിക്കിൾ ദി. അപ്പോൾ പർവ്വതനിരകൾ, ദ്വീപുകൾ, കൂട്ടങ്ങൾ അവയൊക്കെ സൂചിപ്പിക്കുമ്പം ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർത്ത് പറയണം. ആൽപ്സ് പർവ്വതനിര, മാലദ്വീപ്സ്, മാലദ്വീപുകൾ, ഹിമാലയ പർവ്വതം,
ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപുകൾ, പശ്ചിമഘട്ടം. അപ്പോൾ അതായത് കൂട്ടമാണ് അല്ലേ, ദ്വീപുകളുടെ കൂട്ടം, പർവ്വത നിരകൾ, അതിനെക്കുറിച്ചൊക്കെ പറയുമ്പം ദ ചേർത്ത് പറയണം. ദ ആൽപ്സ്, ദ മാൽദീവ്സ്, ദ ഹിമാലയാസ്, ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ദ ലക്ഷദ്വീപ് ഐലൻഡ്സ്, ദ വെസ്റ്റേൺ ഗാറ്റ്സ്, ലൈക്ക് ദാറ്റ്. അപ്പോൾ അത് വെച്ചുള്ള സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ദ ഹിമാലയാസ് ആർ കവേർഡ് വിത്ത് സ്നോ. ദ വെസ്റ്റേൺ ഗാറ്റ്സ് ആർ റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി. പശ്ചിമഘട്ടം ജൈവ വൈവിധ്യത്താൽ സമ്പന്നമാണ്. ദ മാൽദീവ്സ് ഈസ് എ ബ്യൂട്ടിഫുൾ ഐലൻഡ് കൺട്രി. മാൽദീവ്സ് നല്ല ഭംഗിയുള്ളൊരു ദ്വീപ് രാഷ്ട്രമാണ്. ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ബിലോങ് ടു ഇന്ത്യ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യയിലാണ്. ഇനി അടുത്ത സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ബിഫോർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് സംഗീത ഉപകരണങ്ങളുടെ മുമ്പിലൊക്കെ ദ ചേർത്താണ് പറയേണ്ടത്. വയലിൻ, ഗിറ്റാർ, പിയാനോ, ഫ്ലൂട്ട്, കീബോർഡ്, തബ്ല. അപ്പോൾ ഇതിനൊക്കെ മുമ്പിൽ ദ ചേർത്ത് പറയണം, എഴുതണം. The violin, the guitar, the piano, the flute, the keyboard, the tabla, etc. She plays the piano very well. My brother can play the violin. He is learning the guitar. She enjoys playing the keyboard. ഇനി അടുത്ത രണ്ട് സാഹചര്യങ്ങൾ, ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്ന മറ്റ് രണ്ട് സാഹചര്യങ്ങൾ. ഫസ്റ്റ് വൺ, ബിഫോർ ദ നെയിംസ് ഓഫ് ട്രെയിൻസ്, ഷിപ്സ്, എയ്റോപ്ലെയിൻസ്, സ്പേസ് ക്രാഫ്റ്റ് എക്സെട്ര. അതായത് ട്രെയിനുകളുടെ പേരിന് മുമ്പിൽ, കപ്പലിൻ്റെ പേരിൻ്റെ മുമ്പിൽ, വിമാനങ്ങളുടെ പേരിന് മുമ്പിൽ, സ്പേസ് ക്രാഫ്റ്റ് ബഹിരാകാശ വാഹനങ്ങളുടെ പേരുകൾക്ക് മുമ്പിൽ ഒക്കെ നമ്മൾ ദ ചേർത്ത് പറയണം. ഫോർ എക്സാമ്പിൾ ട്രെയിനിൻ്റെ പേര് നമുക്കറിയാം, കേരള എക്സ്പ്രസ്, വിവേക് എക്സ്പ്രസ്, രാജധാനി എക്സ്പ്രസ് അല്ലേ. ഇനി കപ്പലുകൾ ടൈറ്റാനിക്, INS അരിഹന്ത്. ഇനി വിമാനങ്ങൾ പറയുകയാണെങ്കിൽ ബോയിങ് 747 അല്ലെ, ബോയിങ് 747. ഇനി ബഹിരാകാശ വാഹനങ്ങളുടെ ഒരു ഉദാഹരണം പറയുന്നത് ചന്ദ്രയാൻ 3 അല്ലേ. അപ്പം ഈ ട്രെയിനുകളുടെ, കപ്പലുകളുടെ, വിമാനങ്ങളുടെ, ബഹിരാകാശ വാഹനങ്ങളുടെ ഒക്കെ പേരിൻ്റെ മുമ്പിൽ ഇപ്പം ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അവിടെ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് അതിൻ്റെ പേരുകളെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർത്ത് വേണം എഴുതാനും പറയാൻ. ദ കേരള എക്സ്പ്രസ്, ദ വിവേക് എക്സ്പ്രസ്, ദ ടൈറ്റാനിക്, ദ INS അരിഹന്ത്, ദി ബോയിങ് 747, ദ ചന്ദ്രയാൻ 3. നമുക്ക് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ദി Kerala Express arrived late today. The Titanic sank in the Atlantic Ocean. The Air India Express landed safely. The Chandrayaan 3 mission was successful. ചന്ദ്രയാൻ ദൗത്യം വിജയകരമായിരുന്നു. ഇനി അടുത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകാം. ബിഫോർ സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതായത് ഏറ്റവും ഉയർന്ന ഗുണം കാണിക്കുന്ന രൂപത്തിന് മുമ്പിൽ. അപ്പോൾ നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ലെ, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഇംഗ്ലീഷിൽ പഠിക്കുന്നുണ്ട്. അപ്പം വലുത് എന്നുള്ളതിന് ബിഗർ, ബിഗ്ഗസ്റ്റ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും ഉന്നതി എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് ആണ്, EST ചേർത്താണ് വരിക. അപ്പം EST ചേർത്ത് വരുന്ന വാക്കുകൾ, അതിൽ അവസാനിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ളതായിരിക്കും. അപ്പോൾ അത്തരം വാക്കുകൾക്ക് മുമ്പിൽ ദ ചേർത്ത് പറയണം. ബെസ്റ്റ് എന്നുള്ളതിന് ദ ബെസ്റ്റ് എന്ന് പറയണം. ടോളസ്റ്റിന് ദ ടോളസ്റ്റ്, ഈസിയസ്റ്റിന് ദ ഈസിയസ്റ്റ്, സ്മാർട്ടസ്റ്റിന് ദ സ്മാർട്ടസ്റ്റ്, ബിഗ്ഗസ്റ്റിന് ദ ബിഗ്ഗസ്റ്റ്, ലോങ്ങസ്റ്റിന് ദ ലോങ്ങസ്റ്റ്. അതായത് ESTയിൽ അവസാനിക്കുന്ന, അതായത് ഏറ്റവും ഉയർന്ന ഗുണം കാണിക്കുന്ന രൂപത്തിന് മുമ്പിൽ ദ ചേർത്ത് പറയണം. മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ വേൾഡ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതം എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. ദിസ് ഇസ് ദ ബെസ്റ്റ് മൂവി ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല മൂവി അല്ലേ. ദിസ് ഇസ് ദ ബെസ്റ്റ് മൂവി, ദ ബെസ്റ്റ്. രവി ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ അവർ സ്കൂൾ. രവിയാണ് ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും ഉയരമുള്ള കുട്ടി. അപ്പോൾ ഏറ്റവും ഉന്നതം എന്ന് പറയുന്നത്. ടുഡേ ഈസ് ദ ഹോട്ടസ്റ്റ് ഡേ ഓഫ് ദി ഇയർ. ഈ വർഷത്തെ ഏറ്റവും ചൂടുള്ള ദിവസമായിരുന്നു ഇന്ന്. ഡെഫിനിറ്റ് ആർട്ടിക്കിളായിട്ടുള്ള ദ ഉപയോഗിക്കുന്ന മറ്റ് രണ്ട് സാഹചര്യങ്ങൾ, ബിഫോർ സർട്ടൻ ടൈം എക്സ്പ്രഷൻസ്, അതായത് സമയം സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളുടെ മുമ്പിൽ നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർത്ത് പറയണം. ഫോർ എക്സാമ്പിൾ ഈവനിങ്, മോർണിംഗ്, നൈറ്റ്, പാസ്റ്റ്, അതുപോലെ എല്ലാ സമയത്തും എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പം, അടുത്ത ദിവസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ
ദ ചേർത്ത് പറയണം. ഇൻ ദ ഈവനിങ്, ഇൻ ദ മോർണിംഗ്, ഇൻ ദ നൈറ്റ്, ഇൻ ദ പാസ്റ്റ്, ഓൾ ദ ടൈം, ദ നെക്സ്റ്റ് ഡേ, അല്ലേ? അപ്പോൾ ഈ ദായ്ക്ക് മുമ്പിൽ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ വരും എന്ന് നമ്മൾ കണ്ടിരുന്നു, അല്ലേ? അത് സമയത്തെ സൂചിപ്പിക്കുമ്പോൾ ഇൻ ചേർത്ത് പറയും എന്ന് കണ്ടിരുന്നു. അതാണ് ഇൻ ദ ഈവനിങ്, ഇൻ ദ മോർണിംഗ്, ഇൻ ദ നൈറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ പാസ്റ്റ്. നോക്കൂ, നമുക്ക് വാചകങ്ങൾ നോക്കാം. ഐ സ്റ്റഡി ഇൻ ദ മോർണിംഗ്, ഞാൻ പ്രഭാതത്തിൽ രാവിലെ പഠിക്കുന്നു. വി പ്ലേ ഫുട്ബോൾ ഇൻ ദി ആഫ്റ്റർനൂൺ, ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഫുട്ബോൾ കളിക്കുന്നു. പീപ്പിൾ ലേൺഡ് മെനി ലെസൺസ് ഫ്രം ദ പാസ്റ്റ്, അപ്പം കഴിഞ്ഞ കാലത്ത് നിന്ന് ആളുകൾ പല കാര്യങ്ങളും പഠിക്കുന്നു. നോബഡി നോസ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ, അടുത്ത ഭാവിയിൽ എന്ത് സംഭവിക്കുന്ന ആർക്കും അറിയില്ല. ഇനി അടുത്ത ഒരു സിറ്റുവേഷൻ, ബിഫോർ നെയിംസ് ഓഫ് ഫേമസ് മോണ്യുമെൻറ്റ്സ്, അതായത് പ്രശസ്തമായ, ലോകത്തെ പ്രശസ്തമായിട്ടുള്ള സ്മാരകങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഇത് ചേർത്താണ് പറയേണ്ടത്. താജ്മഹൽ, റെഡ് ഫോർട്ട്, ഇന്ത്യ ഗേറ്റ്, കുത്തബ് മിനാർ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, രാജ്ഘട്ട്, ഇതൊക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രശസ്ത സ്മാരകങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെയാണെങ്കിലും ഈ പ്രശസ്തമായിട്ടുള്ള സ്മാരകങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ചേർത്ത് പറയണം. ദ താജ്മഹൽ ഈസ് ഇൻ ഇന്ത്യ, താജ്മഹൽ ഇന്ത്യയിലാണ്. ദ കുത്തബ് മിനാർ ഈസ് എ ഫേമസ് മോണുമെൻ്റ് ഇൻ ഡൽഹി, അപ്പോൾ ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിലൊന്നാണ് കുത്തബ് മിനാർ. വി സോ ദ റെഡ് ഫോർട്ട് ഡ്യൂറിങ് അവർ ട്രിപ്പ് ടു ഡൽഹി, അപ്പം ഡൽഹിയിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ ചെങ്കോട്ട കണ്ടു. ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഈസ് വെരി ലോങ്, അപ്പോൾ ചൈനയിലെ വൻമതിൽ വളരെ നീളമുള്ളതാണ്. അടുത്ത രണ്ട് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് ബിഫോർ ഓർഡിനൽ നമ്പേഴ്സ്, അതായത് ക്രമസംഖ്യകളുടെ മുമ്പിൽ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്നൊക്കെ പറയുന്ന ആ ക്രമസംഖ്യകൾക്ക് മുമ്പിൽ നമ്മൾ ദ ചേർത്ത് പറയണം. ദ ഫസ്റ്റ്, ദ സെക്കൻഡ്, ദ ഫിഫ്ത്ത്, ദ സെവൻത്ത്, ദ നയൻത്ത്, ദ ടെൻത്ത്, ലൈക്ക് ദാറ്റ്. ഉദാഹരണങ്ങൾ നോക്കാം. ഹി വോൺ ദ ഫസ്റ്റ് പ്രൈസ്, അവൻ ആദ്യത്തെ സമ്മാനം നേടി, ആദ്യ സമ്മാനം നേടി. ഹി വോൺ ദ ഫസ്റ്റ് പ്രൈസ്. ദിസ് ഈസ് ദ തേർഡ് ചാപ്റ്റർ ഓഫ് ദ ബുക്ക്, ഇത് അപ്പോൾ ഈ ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ടുഡേ ഈസ് ദ ഫിഫ്ത്ത് ഡേ ഓഫ് അവർ കോഴ്സ്, ഇന്ന് 5ാമത്തെ ദിവസമാണ് നമ്മുടെ ഈ കോഴ്സിൻ്റെ. ഹി വാസ് ദ 10th പേഴ്സൺ ഇൻ ദ ക്യൂ, കണ്ടോ? അപ്പോൾ ക്രമസംഖ്യകളുടെ മുമ്പിൽ ഇത് ചേർത്ത് പറയണം. ബിഫോർ നെയിംസ് ഓഫ് ഒഫീഷ്യൽ പൊസിഷൻസ്, അതായത് ഔദ്യോഗിക സ്ഥാനങ്ങളുടെ പേരുകളുടെ മുമ്പിൽ ഇത് ചേർത്ത് പറയണം. ഔദ്യോഗിക സ്ഥാനപ്പേരുകളുണ്ട്, അല്ലേ? പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, ഗവർണർ, പ്രിൻസിപ്പാൾ, മാനേജർ, കളക്ടർ, മേയർ, അപ്പോൾ അതിനൊക്കെ മുമ്പിൽ ഇത് ചേർത്ത് പറയണം. ദ പ്രസിഡൻറ്റ്, ദ പ്രൈം മിനിസ്റ്റർ, ദ ഗവർണർ, ദ പ്രിൻസിപ്പാൾ, ദ മാനേജർ, ദ കളക്ടർ, ലൈക്ക് ദാറ്റ്. ദ പ്രസിഡൻറ്റ് അഡ്രസ് ദ നേഷൻ, രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റഡ് കേരള, കേരളത്തിൽ പ്രധാനമന്ത്രി കേരളത്തിൽ സന്ദർശിച്ചു. വി മെറ്റ് ദ പ്രിൻസിപ്പാൾ യെസ്റ്റർഡേ, ഷീ സ്പോക്ക് ടു ദ മാനേജർ ഓഫ് ദി ബാങ്ക്, അവൾ ബാങ്ക് മാനേജരോട് സംസാരിച്ചു. അപ്പോൾ അതായത് പൊസിഷൻ സൂചിപ്പിക്കുമ്പം ദ ചേർത്ത് പറയണം. ഇനി ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്ന മറ്റ് രണ്ട് സന്ദർഭങ്ങൾ. ബിഫോർ നെയിംസ് ഓഫ് പാർട്സ് ഓഫ് ദ ബോഡി, അതായത് ശരീരഭാഗങ്ങളുടെ പേരുകളൊക്കെ പറയുമ്പോൾ അതിന് മുമ്പിലായിട്ട് ദ ചേർത്ത് പറയണം. ഹെഡ്, ഷോൾഡർ, ഫേസ്, ഹാൻഡ്, ഐ, ഫുട്ട്, ഇതൊക്കെ പറയുമ്പോൾ ദ ചേർത്ത് പറയണം. ദ ഹെഡ്, ദ ഷോൾഡർ, ദ ഫേസ്, ദ ഹാൻഡ്, ദ ഐ, ദ ഫുട്ട്. ദ ഡോക്ടർ എക്സാമിൻ ദ ഐസ് കെയർഫുള്ളി. ഹി കോട്ട് മീ ബൈ ദ ഹാൻഡ്, അവനെ കയ്യിൽ പിടിച്ചു. ദ ചൈൽഡ് വാസ് ഇഞ്ചുവേർഡ് ഓൺ ദ ഫേസ്. ഷി ഹാഡ് ദ ലെഗ് വൈൽ പ്ലേയിങ്, അപ്പോൾ അവളുടെ കാല് മുറിഞ്ഞു, അല്ലേ? കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കാല് മുറിഞ്ഞു. അപ്പോൾ അത് ശരീരഭാഗങ്ങളുടെ പേരുകളുടെ മുമ്പിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദ ചേർത്ത് പറയണം. ദെൻ ബിഫോർ നെയിംസ് ഓഫ് ഡയറക്ഷൻ, അതായത് ദിശകളൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേരിൻ്റെ മുമ്പിലായിട്ട് ദ ചേർത്ത് പറയണം. നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റ്, അല്ലേ? വെസ്റ്റ്, അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ദ ചേർത്ത് പറയണം. കേരള ഈസ് ഇൻ ദ സൗത്ത് ഓഫ് ഇന്ത്യ. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ദ അറേബ്യൻ സീ ഈസ് ടു ദ വെസ്റ്റ് ഓഫ് ഇന്ത്യ. അറേബ്യൻ സീ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഹെവി റെയിൻ ഈസ് എക്സ്പെക്റ്റഡ് ഇൻ ദി നോർത്ത് ഈസ്റ്റ്. നോക്കൂ, ഈ ഉദാഹരണങ്ങളൊക്കെ ദിശകളുടെ പേരിന് മുമ്പിൽ ദ ചേർക്കുന്ന ഉദാഹരണങ്ങൾ. അപ്പം ഓർക്കുക, ദിശകളുടെ പേരിന് മുമ്പിൽ, ഡയറക്ഷൻ പറയുന്നതിന് മുമ്പിൽ നമ്മൾ ദ ചേർത്ത് പറയണം. Theory session is over. Now we move to the practical session, worksheet 1. Here we discuss 10 questions. Then you can fill in the blanks with A
an or the. First question, I saw dash elephant in the zoo. She is dash honest girl. Third one, he bought dash umbrella yesterday. Fourth one, I have dash pet dog. Fifth one, dash sun rises in the east. Sixth one, she is dash teacher in our school. Seventh one, we saw dash old man near the park. Eighth one, he ate dash apple in the morning. Ninth one, she wants to become dash engineer. 10th one, dash moon looks beautiful tonight. അപ്പോൾ നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. ഓരോ ക്വസ്റ്റ്യൻസും നന്നായിട്ട് വായിച്ചു നോക്കി ഏതാണ് അവിടെ ആപ്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, എ ആണോ ആൻ ആണോ അതുപോലെ ദ ആണോ എന്ന് നോക്കുക. ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്കതിൻ്റെ ആൻസറുകൾ ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ സോ ഡാഷ് എലഫൻറ്റ് ഇൻ ദ സൂ. ഉത്തരം an elephant. I saw an elephant in the zoo. Second question, she is dash honest girl. അപ്പോൾ ഇച്ച് സൈലൻ്റ് ആയിട്ട് വരുന്ന സന്ദർഭത്തിൽ വവൽ സൗണ്ട് ആണെങ്കിൽ അവിടെ എന്ത് ആർട്ടിക്കിൾ ചേർക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ആൻ. അപ്പോൾ സെക്കൻഡ് ആൻസർ ഈസ് ആൻ. ഷീ ഈസ് ആൻ ഓണസ്റ്റ് ഗേൾ. ഹി ബോട്ട് ഡാഷ് അംബ്രല്ല യെസ്റ്റർഡേ. അപ്പോൾ അംബ്രല്ല എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ആ സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ആർട്ടിക്കിൾ ആൻ തന്നെയാണ് വരിക. ഹി ബോട്ട് ആൻ അംബ്രല്ല യെസ്റ്റർഡേ. ഐ ഹാവ് ഡാഷ് പെറ്റ് ഡോഗ്. അപ്പോൾ പെറ്റ് ഡോഗ് എന്ന് ഇപ്പോൾ സൗണ്ട് വരുമ്പോൾ തന്നെ അറിയാം അത് കോൺസണൻ്റ് ആണ്. അപ്പോൾ അവിടെ വരുന്നത് എ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഐ ഹാവ് എ പെറ്റ് ഡോഗ്. സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. അപ്പം സൂര്യൻ കിഴക്കുദിക്കുന്നു. അപ്പം ആരാണ് എന്ന് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ വരുന്ന ആർട്ടിക്കിൾ ഏതായിരിക്കണം? എയുമല്ല ആനുമല്ല, ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. സിക്സ്ത് വൺ, ഷീ ഈസ് ഡാഷ് ടീച്ചർ ഇൻ അവർ സ്കൂൾ. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഒരു അധ്യാപികയാണ്. എങ്ങനെ പറയണം? എ ആണോ ആനാണോ ഉപയോഗിക്കേണ്ടത്? നോക്കൂ, ഉത്തരം എ. ഷീ ഈസ് എ ടീച്ചർ ഇൻ അവർ സ്കൂൾ. പ്രത്യേകമായിട്ട് സബ്ജക്റ്റ് എടുത്ത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അവിടെ എന്ത് ചേർത്താലും മതി? എ ചേർത്താൽ മതി. ദെൻ സെവൻത് വൺ, വി സോ ഡാഷ് ഓൾഡ് മാൻ നിയർ ദ പാർക്ക്. അപ്പോൾ ഓൾഡ് മാൻ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ലെറ്ററും സൗണ്ടും ഒക്കെ ഓ സൗണ്ടാണ്. അപ്പോൾ വവൽ സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന പ്രിപ്പോസിഷൻ ആൻ ആയിരിക്കും. ദെൻ എയ്ത്ത് വൺ, ഹി എയ്റ്റ് ഡാഷ് ആപ്പിൾ ഇൻ ദ മോർണിംഗ്. അപ്പോൾ അവിടെയും ആപ്പിൾ എന്നാണ് സൗണ്ട്, വവ്വലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആർട്ടിക്കിളും ഒരു വവ്വൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊനൗൺസ് ചെയ്യുന്ന എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ആൻ. ഹി ഏറ്റ് ആൻ ആപ്പിൾ ഇൻ ദ മോർണിംഗ്. ദെൻ നയൻത് വൺ, ഷി വാണ്ട്സ് ടു ബിക്കം ഡാഷ് എഞ്ചിനീയർ. പ്രൊഫഷനെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഏതാണ് അവിടെ വരുന്ന ആർട്ടിക്കിൾ? അത് വവ്വൽ ലെറ്റർ ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആൻസറും ആർട്ടിക്കിൾ ആൻ ആയിരിക്കും. ഇനി 10th വൺ, ഡാഷ് മൂൺ ലുക്സ് ബ്യൂട്ടിഫുൾ ടുനൈറ്റ്. അപ്പം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ സൂചിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഏകമായിട്ടുള്ള വസ്തുക്കളെ സൂചിപ്പിക്കുമ്പോൾ ഏത് ചേർത്ത് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദ ചേർത്ത് പറഞ്ഞിരിക്കണം. അപ്പം ദാറ്റ് ഈസ് ദി ആൻസർ. ദ മൂൺ ലുക്സ് ബ്യൂട്ടിഫുൾ ടുനൈറ്റ്. Now we move to the worksheet 2. Okay, now we discuss worksheet 2. Here we have 5 questions to answer. First question, he is dash MLA. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ, ചുരുക്ക വാക്കുകൾ വരുമ്പോൾ ഏത് ആർട്ടിക്കിൾ ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? വാക്ക് നിങ്ങൾ പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. എ ആണോ ആനാണോ ഇതാണോ ഏതാണ് വരുന്നത്, ഈ ആണോ വരുന്നത് ഏതാണോ എന്ന് നോക്കുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷീ ഈസ് ഡാഷ് യൂറോപ്യൻ സ്റ്റുഡൻറ്റ്. എ ആണോ ആൻ ആണോ ദി ആണോ വരുന്നത് നോക്കുക. ദെൻ തേർഡ് വൺ, ഐ സോ ഡാഷ് ഔൾ ഇൻ ദി ട്രീ. അപ്പം വാക്കുകൾ പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. ഔൾ, യൂറോപ്യൻ. യൂറോപ്യൻ എന്നൊക്കെ പറയുമ്പോൾ ഏത് ശബ്ദമാണ് ആദ്യം വരുന്നത് അതനുസരിച്ചായിരിക്കും അവിടെ ആർട്ടിക്കിളും വരും.
ഔൾ എന്ന് പറയുമ്പോൾ ഏത് ശബ്ദമാണ് വരുന്നത് അതനുസരിച്ച് അവിടെ ആർട്ടിക്കിൾ വരും. ഗംഗ ഈസ് എ ഹോളി റിവർ. അപ്പം നദികൾ, കായലുകൾ, സമുദ്രങ്ങളൊക്കെ പറയുമ്പോൾ ഏത് ആർട്ടിക്കിൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക. എ ആണോ, ആൻ ആണോ, ദി ആണോ. ഇനി ഇത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നും കൂടി വീഡിയോ കണ്ടിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ദെൻ ഫിഫ്ത്ത് വൺ, ഹി ബോട്ട് ഡാഷ് 1 rupee കോയിൻ. അവിടെയും എ ആണോ, ആൻ ആണോ, ദി ആണോ എന്ന് നോക്കുക. അഞ്ച് ഉത്തരങ്ങളും നിങ്ങൾ എഴുതി എന്ന് കരുതുന്നു. നമുക്കിതിൻ്റെ ആൻസറുകൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹീസ് ഡാഷ് MLA. അപ്പം ചുരുക്കി പറയുമ്പോൾ, എഴുതുമ്പോൾ ആ വാക്കുകളുടെ പ്രൊനൗൺസിയേഷനും കൂടി പ്രധാനപ്പെട്ടതാണല്ലേ. MLA. അപ്പം എ സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു വവൽ സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആർട്ടിക്കിൾ ആൻ എന്നുള്ളതായിരിക്കും. ഹീസ് ആൻ MLA. ഹീസ് ആൻ MLA. ഷീ ഈസ് ഡാഷ് യൂറോപ്യൻ സ്റ്റുഡൻറ്റ്. അപ്പോൾ ആ വാക്ക് പറയുമ്പോൾ എഴുതുമ്പോൾ യു ശബ്ദമാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കോൺസണൻ്റ് ശബ്ദമാണ്, സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആർട്ടിക്കിൾ എ ആയിരിക്കും. ഷീ ഈസ് എ യൂറോപ്യൻ സ്റ്റുഡൻറ്റ്. തേർഡ് വൺ, ഐ സോ ഡാഷ് ഔൾ ഇൻ ദ ട്രീ. ഔൾ ആ സൗണ്ടാണ് അല്ലേ, ഔ സൗണ്ടാണ് വരിക. അത് ഒരു കോൺസണൻ്റ് ശബ്ദമല്ല, വവൽ സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആർട്ടിക്കിൾ ആൻ ആയിരിക്കും. നാലാമത്തത് ഗംഗ. അപ്പം നദികൾ, കായലുകൾ, സമുദ്രങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ മുമ്പിൽ ദ ചേർത്ത് പറയണമെന്നാണ് പറഞ്ഞല്ലേ. അപ്പം ദ ഗംഗ ഈസ് എ ഹോളി റിവർ. ദെൻ ഹി ബോട്ട് ഡാഷ് 1 rupee കോയിൻ. അപ്പം 1 rupee കോയിനാണ് അവൻ വാങ്ങിച്ചത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കൃത്യം അറിയാം. അവനൊരു 1 രൂപ നാണയം വാങ്ങി അല്ലേ. അപ്പോൾ ഒരു എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ ഏതാണ്? അവിടെ വണ്ണിൻ അല്ലേ. അപ്പം നോക്കൂ, വ ശബ്ദമാണ് അവിടെ വരുന്നത്. അതൊരു വവൽ സൗണ്ട് അല്ല, കോൺസണൻ്റ് ശബ്ദമാണ്, സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ദീസ് ആർ ദി ആൻസേഴ്സ്. Now we move to the last worksheet. Please do correct the following sentences. അപ്പോൾ കുറച്ച് സെൻറ്റൻസുകൾ, ഒരു 5 വാക്യങ്ങൾ തെറ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വാചകങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ടാസ്ക്. അപ്പോൾ ഓരോന്നും നിങ്ങൾ ബുക്കിൽ അതിൻ്റെ കറക്ഷൻ എഴുതി വെക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ ഈസ് എ ഓണസ്റ്റ് വുമൺ. ഷീ ഈസ് എ ഓണസ്റ്റ് വുമൺ. അപ്പോൾ കൃത്യം നോക്കുക, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഇപ്പോൾ എ ആണ്. അവിടെ ഏതാണ് ആർട്ടിക്കിൾ വരേണ്ടത്, അതാണ് അവിടുത്തെ തെറ്റ്. അപ്പോൾ അത് ഒന്ന് തിരുത്തി കറക്റ്റായിട്ടുള്ള ആർട്ടിക്കിൾ എഴുതുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹി ബോട്ട് ആൻ യൂണിവേഴ്സിറ്റി ബുക്ക്. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന വാക്കിന് മുമ്പാണ് അവിടെ ആൻ കിടക്കുക. അപ്പോൾ യു സൗണ്ടൊക്കെ വരുമ്പോൾ ഏത് ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്, അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സെൻറ്റൻസ് ഒന്ന് നന്നായിട്ട് പരിശോധിക്കുക. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഐ സോ എ ഔൾ ഇൻ ദി ട്രീ. അപ്പോൾ ഔൾ എന്ന വാക്കിന് മുമ്പാണ് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ കിടക്കുക. അപ്പം ഔൾ എന്ന വാക്ക് പറഞ്ഞു നോക്കുക, കോൺസണൻ്റ് ആണോ വവൽ സൗണ്ട് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്നിട്ട് ആർട്ടിക്കിൾ കറക്റ്റ് ആണോ ഉപയോഗിച്ചതെന്ന് നോക്കുക. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഷീ ഈസ് എ MLA. അപ്പോൾ MLA, അപ്പോൾ ചുരുക്കരൂപമാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ശരിയാണോ എന്ന് നോക്കുക. ദെൻ ഫിഫ്ത്ത് വൺ, ഹി ഈസ് ആൻ യൂറോപ്യൻ ടീച്ചർ. അപ്പോൾ യൂറോപ്യൻ എന്നാണ്, അപ്പോൾ യു സൗണ്ടാണ്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ശരിയാണോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടി എന്ന് കരുതുന്നു. ഇനി നമുക്കിതിൻ്റെ ഉത്തരങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ ഈസ് എ ഓണസ്റ്റ് വുമൺ. ഓണസ്റ്റ് വുമൺ എന്നാണ് പറയുക. അപ്പം വവൽ സൗണ്ടാണ് വന്നിരിക്കുന്നത്, പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ കോൺസണൻ്റ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള ആർട്ടിക്കിളാണ്. അപ്പോൾ അവിടെ എച്ച് സൈലൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിക്കേണ്ടിയിരുന്ന ആർട്ടിക്കിൾ എ അല്ല, മറിച്ച് ആൻ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം ആ വാക്യം? ഷീ ഈസ് ആൻ ഓണസ്റ്റ് വുമൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹി ബോട്ട് ആൻ യൂണിവേഴ്സിറ്റി ബുക്ക്. അവിടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ വാക്ക് പ്രൊനൗൺസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി. ഇപ്പോൾ മലയാളത്തിൽ എഴുതുമ്പോൾ യാ ശബ്ദമാണ് അല്ലേ, യു ശബ്ദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കോൺസണൻ്റ് സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിക്കേണ്ടിയിരുന്നത് ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അല്ല, എ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ എങ്ങനെ എഴുതണം? ഹി ബോട്ട് എ യൂണിവേഴ്സിറ്റി ബുക്ക്.
ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഐ സോ എ ഔൾ ഇൻ ദ ട്രീ. അപ്പം ഔൾ എന്ന വാക്ക് അത് പ്രൊനൗൺസ് ചെയ്യുന്നത് വവ്വൽ സൗണ്ടാണ്, പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോൺസനൻ്റ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള ആർട്ടിക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരേണ്ടിയിരുന്ന ആർട്ടിക്കിൾ എ അല്ല ആൻ ആണ്. ഐ സോ ആൻ ഔൾ ഇൻ ദി ട്രീ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഷീ ഈസ് എ എം എൽ എ. അപ്പോൾ നമ്മൾ കുറേയധികം കണ്ടു എം എൽ എ എന്നുള്ള, അപ്പോൾ ചുരുക്ക രൂപത്തിൽ എഴുതുമ്പോൾ വാക്കുകളുടെ എക്സ്പാൻഷനിൽ ചുരുക്കി എഴുതുമ്പോൾ അത് എ സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചേർത്ത് എഴുതണം? അവിടെ അത് അന്നേരം വവൽ സൗണ്ട് ആവും. അപ്പോൾ വവൽ സൗണ്ട് ആകുമ്പോൾ വരേണ്ട ആർട്ടിക്കിൾ എ അല്ല, മറിച്ച് ആൻ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഷീ ഈസ് ആൻ എം എൽ എ. ദെൻ ദ ലാസ്റ്റ് വൺ, ഹീ ഈസ് ആൻ യൂറോപ്യൻ ടീച്ചർ. അപ്പോൾ അവിടെ വരേണ്ടിയിരുന്ന ആർട്ടിക്കിൾ യൂറോപ്യൻ എന്നാണ്. അപ്പോൾ യു എന്നായതുകൊണ്ട് തന്നെ അവിടെ വരേണ്ടിയിരുന്ന ആർട്ടിക്കിൾ കോൺസനൻ്റ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പം വരുന്ന ആർട്ടിക്കിളാണ്. ദാറ്റ് ഈസ് എ. ഹീ ഈസ് എ യൂറോപ്യൻ ടീച്ചർ. Dear friends, today we learned articles a and the. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 3 ആർട്ടിക്കിളാണ് പഠിച്ചത്, എ ആൻഡ് ദി. And we understood their types, usages, rules and sentence examples. Please remember, use a before consonant sounds and before vowel sounds. അപ്പോൾ കോൺസണൻ്റ് സൗണ്ടിന് മുമ്പിൽ എ ചേർക്കണം, വവൽ സൗണ്ടിന് മുമ്പ് ആനും ചേർക്കണം. ദെൻ പ്ലീസ് യൂസ് ദി ഫോർ സ്പെസിഫിക് തിങ്സ്. അപ്പം പ്രത്യേകമായിട്ട് എടുത്ത് പറയാൻ അറിയാം, ആളിനെയും വസ്തുവിനെയും സ്ഥലത്തിനെയൊക്കെ അറിയാമെങ്കിൽ അവിടെ ദി ചേർത്ത് പറയണം. പ്രാക്ടീസ് ദീസ് ഡെയിലി ബൈ മേക്കിംഗ് യുവർ ഓൺ സെൻറ്റൻസസ്. അപ്പം നിങ്ങളുടേതായിട്ടുള്ള വാചകങ്ങളൊക്കെ ഉണ്ടാക്കി ഇത് പ്രാക്ടീസ് ചെയ്യണം. ദ മോർ യു പ്രാക്ടീസ് ഇംഗ്ലീഷ് ദ മോർ കോൺഫിഡൻറ്റ് യു ബിക്കം. അപ്പം ഉപയോഗിക്കുമ്പോഴാണെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും എഴുതുമ്പോഴാണെങ്കിലും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാനും പെട്ടെന്ന് എഴുതാനും ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് സാധിക്കും. സോ ഇഫ് യു ഫൗണ്ട് ദിസ് ക്ലാസ് ഹെൽപ്ഫുൾ, please like, share and subscribe my channel for more English Malayalam classes. See you in the next class. Thank you.